സുഹൃത്തുക്കളെ, ഫിഷിംഗ് ഹമീദാണ്. കണ്ടില്ലേ, ഇവിടെ അടിപൊളി അടാറ് വല ഫിഷിലട്ടോ. ഒരു 5-8 ആൾക്കാരുണ്ട് ഒരുമിച്ച് വന്നിട്ട് നന്നായി ആ മീൻ കയറിക്കൊണ്ടിരിക്കുന്നത്. നല്ല മാന്ത, ഞണ്ട്, നല്ല തരം മീനുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഏകദേശം 6-8 പേരുണ്ട് ഒരുമിച്ച് സെറ്റായിട്ട് വല വീശാൻ വന്നതാണ് കേട്ടോ. നല്ല വല എക്സ്പേർട്ട് ആൾക്കാരാട്ടോ. നല്ല ഉയർന്ന തിരമാല ഉണ്ട് കേട്ടോ. ഉയർന്ന തിരമാല കഴുത്തിൻ്റെ മേലേക്ക് വരുമ്പോൾ അപ്പോൾ മുങ്ങാണ്. അപ്പോൾ താന്നു കൊടുക്കുകയാണ്. ഒരു തിരമാല വന്ന് തൊട്ടടുത്ത തിരമാലൻ്റെ മേലേക്കട്ട ഒരു വല വീശിയിടുന്നത്. അത്രയും നല്ല എക്സ്പീരിയൻസ് പോലെ കേട്ടോ. അങ്ങനെ വല ഏകദേശം 1.5 ആളെ ഹൈറ്റിലാണ് ഈ തിരമാലകൾ വരുന്നത്. ഇവിടെയൊക്കെ അങ്ങനെ വീശില്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ വേണം. കടലിലെ വെള്ളം നല്ല കലങ്ങി മറിഞ്ഞ് നിൽക്കണേ. ഇതിൽ ഓരോ വീശലിലും മീനിൻ്റെ കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്ന മാന്തയാണ്. നല്ല സൈസ് മാന്തളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇല്ലേ. വെടക്കണ കണ്ടില്ലേ, എന്താ മാന്ത സൈസ് സാധനം കേട്ടോ. അങ്ങോട്ട് കുറേ മാന്തകൾ ഇവർക്ക് കിട്ടിയില്ല. പക്കത്തിൽ മീനുണ്ട്. എന്താ അടിപൊളി സാധനം. അതുപോലെ ഒരുപാട് മീനുകൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് വെട്ടെന്ന് പറഞ്ഞ മീനാണ്. വെട്ടൻ പാത്രത്തിൽ നോക്കിയ മാന്തകൾ ഇതിൽ കണ്ടോ. ഒരു 1/4 ബക്കറ്റോളം കഴിഞ്ഞിട്ട് മീൻ ഇതവർ വീശാൻ പോകണം കേട്ടോ. ആ കറങ്ങി ഒരു ഏറ് സൂപ്പർ ഏറ് കൊടുക്കുന്നുണ്ട്. തിരമാലൻ്റെ മേലൊക്കെ കണ്ടോ, അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഒറ്റ മീനിൻ്റെ എല്ലാ ഏറിനും മീനാണ്. പിന്നെ വേറെ സുഹൃത്തുക്കൾ അതേപോലെ ഒരു ടീമായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും നിറയെ മീനും കിട്ടുന്നുണ്ട്. ചൂളാണ്ട്, വലയിൽ വെട്ടലുണ്ട്, ചൂടുണ്ട്, മാന്തണ്ട്, പല വക മീനുകളായിട്ടുണ്ട് കേട്ടോ വലയിൽ. പിന്നെ വീശുവല എൻ്റെ അടുത്തുണ്ട്. എനിക്കും വീശാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കടലിൽ ഈ തിരമാലകളിലൊന്നും വീശാൻ എനിക്കറിയില്ല കേട്ടോ. അത് എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഇത് നമ്മൾ കണ്ടിങ്ങനെ ആസ്വദിക്കാന്നുണ്ടെങ്കിൽ കണ്ട് വേറെ രക്ഷയില്ല. കണ്ടോ മാന്തകൾ കണ്ടോ. ഈ മാന്ത ഈ സീസണിൽ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സീസണാണ്. പൊയ്ത്തിയുണ്ട് അങ്ങനെ പല സൈസ് മീൻ. പിന്നെ ചെമ്മീൻ കയറിയിട്ടുണ്ട്. കുറച്ച് നേരത്തെ ചെമ്മീൻ കയറിയിട്ടുണ്ട്. അങ്ങനെ പല വക മീനുകളാട്ടോ. അത് കുറഞ്ഞ സമയം കൊണ്ട് അവർ പിടിക്കുന്നത്. വല വീശിയിട്ട് എത്രത്തോളം റൗണ്ടാക്കാൻ പറ്റുന്നോ അത്രത്തോളം മീനാണ്. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് കൂടുതൽ മീൻ കിട്ടും. അത്രത്തോളം അവർക്ക് വല റൗണ്ടാക്കാൻ പറ്റും. ഇത് കാണാൻ തന്നെ നല്ല രസമാട്ടോ. ആ സൈഡിലുള്ള കല്ല്, ആ കല്ല് ചേർന്നുകൊണ്ട് കേട്ടോ ഇവർ കൂടുതൽ ആൾക്കാരെ കൊണ്ട് വീശുന്നത്. ആ കല്ലിൻ്റെ സൈഡിലാണ് കൂടുതൽ മീനുള്ളത്. അപ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും കൊണ്ട് പറയുന്നുണ്ട് കല്ലിൻ്റെ സൈഡിലേക്ക് വീശി വല വീശുന്നു പറയും. ആ സുഹൃത്തിൻ്റെ വലയെ കണ്ടു കേട്ടോ. മുന്തിരികോല പോലെ മീനാണ്. പക്ഷെ അത് ഒരു വസ്തുവിനും പറ്റില്ല കേട്ടോ. ഡേഞ്ചറസ് മീനാണ്. അതിന് അണ്ണാക്കൊട്ട എന്നൊക്കെ പറയണ മീനാണ്. അണ്ണാക്കൊട്ട അടിപൊളി. ആ സൈഡിൽ നല്ല മാന്തടിക്കേണ്ടത്. അതുകൊണ്ട് അത് അങ്ങോട്ട് നന്നായി തലവിച്ച് എറിഞ്ഞിട്ട് ഈ സമയത്ത് പാളിപ്പോയി. പക്ഷേ ഇത് കാലിൽ കുത്തിക്കഴിഞ്ഞാൽ ഭയങ്കര പണിയാട്ടോ. എട്ടിൻ്റെ പണി ഇട്ടു. ഭയങ്കര കടിച്ചിലാണ്. കാലത്തും മറക്കൂല ആ മീനിനെ. പിന്നെ കുത്തോ താങ്ങൂലേ.
ഏട്ടന്റെ മുള്ള് എന്റെ കാലിന് തൊട്ട് പറഞ്ഞാൽ കേട്ടില്ല, താങ്ങാൻ പറ്റില്ല, അത്രയും വേദന ബോധം കിട്ടില്ല മുള്ളിൽ കായ്മ തട്ടി കഴിഞ്ഞാൽ. ഇത് വെട്ടെന്ന് പറഞ്ഞ മീനാണ് കേട്ടോ, വേടനല്ല, വേടനല്ല, വെട്ടൻ. വെട്ടെന്ന് പറയുന്ന മീനാണ്. ഇതിൻ്റെ കുട്ടികൾ കുറേ വലയെ പൊട്ടൻ. എനിക്ക് കുറേ ഇതിൻ്റെ കുട്ടികൾ ഇത്തിരി വെള്ളത്തിൽ വിടുന്ന പണി കുറച്ച് നേരം. അങ്ങനെ പിടിച്ച മീൻ കണ്ടില്ലേ, ബക്കറ്റ് ഏകദേശം പകുതി ആവാറായിട്ടോ. ഇത് നല്ല അടിപൊളി മീനുകളാണ്. ആകാശത്ത് നല്ല മഴക്കാറ് വന്നു തുടങ്ങിട്ടോ. അപ്പോൾ നല്ല മഴക്കാറ് കാരണം അവർ പോകാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വല മീൻ നിർത്താനുള്ള പരിപാടിയാണ്. അതേമാതിരി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ കടലിലും വലയിട്ടിട്ടും ചൂണ്ടിട്ടിട്ടൊക്കെ മീൻ പിടിക്കുന്ന ഷോർട്സ് വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ ബൈ ബൈ.